ഇല്ലിക്കൽ ആഘോഷത്തിൻ്റെ രാവായിരുന്നു ഓരോ നിമിഷവും. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ഫംഗ്ഷൻ. പിങ്ക് നിറമുള്ള ഹെവി ഡിസൈനർ സാരിയിലും സിമ്പിൾ ഡയമണ്ട് ആഭരണങ്ങളിലും അതിസുന്ദരിയായിരുന്നു പാർവതി. അതേ നിറമുള്ള പാർട്ടി വെയർ കുർത്തയും പാൻറ്റുമായിരുന്നു വികാസിന്റെ വേഷം. ഇരുവരുടെയും മുഖത്ത് അത്രമേൽ ഭംഗിയുള്ള പുഞ്ചിരിയുണ്ട്. അമ്മമാർ എല്ലാവരും ഓഫ് വൈറ്റ് ഡിസൈനർ സാരിയിൽ തിളങ്ങിയപ്പോഴും അച്ഛന്മാരെല്ലാം അതേ നിറമുള്ള കോട്ടും സൂട്ടുമായിരുന്നു. ന്യൂജൻ പിന്നെ കുർത്തിയും ജീൻസുമാണ്. അച്ചുവും അവർക്കൊപ്പം തന്നെയുണ്ട്. എല്ലാവരും അത്രയും സന്തോഷത്തിലായിരുന്നു. ഇതിനിടയിൽ വർമ്മയെ അതിഥികളെല്ലാം അന്വേഷിച്ചുവെങ്കിൽ പോലും എല്ലാവരും ഓരോന്നും പറഞ്ഞൊഴിഞ്ഞു. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്തതുപോലെ. വർമ്മ വന്നാൽ ദേവൻ നന്ദയെയും കുഞ്ഞിനെയും കൂട്ടി തിരികെ പോകും എന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പാണ്. അതുപോലെ തന്നെയായിരിക്കും ശിവയുടെ കാര്യവും. ആർക്കും അംഗീകരിക്കാനാവാത്ത ഒരാൾ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നായിരുന്നു എല്ലാവരും ചിന്തിച്ചത്. ഇതിനിടയിൽ ശിവയുടെയും തുമ്പയുടെയും വിവാഹത്തെക്കുറിച്ചും നന്ദുവിൻ്റെയും ദേവന്റെയും ബന്ധത്തെക്കുറിച്ചുമൊക്കെ അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിനൊന്നും ആരും വലിയ പ്രാധാന്യം കൊടുത്തില്ല. അവരെ ഇനിയും കാണുന്നില്ലല്ലോ അച്ചു. തുമ്പിയും അച്ചുവും നന്ദുവും കൂടി എൻട്രൻസിൽ തന്നെ പടകളെയും കാത്തു നിൽക്കുവാണ്. നന്ദു പിന്നെ നന്ദയുടെ അനിയത്തി ആയതുകൊണ്ട് അച്ഛനും അമ്മയും വന്നപ്പോഴേ കൂടെ പോന്നു. അച്ചു പിന്നെ അവിടെ തന്നെയാണല്ലോ. ബാക്കി നാലും അഫിയേട്ടൻ്റെ കൂടെ വരും. പിന്നെ ജാൻവിയും. നന്ദുവിനും അച്ഛനുമൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും തുമ്പയുടെ നോട്ടം ശ്രദ്ധയുമെല്ലാം മാറി നിന്ന് ഫോണിൽ തോണ്ടുന്നവനിലായിരുന്നു. ഓഫ് വൈറ്റ് ഷർട്ടും ബ്രൗൺ ജീൻസുമാണ് അവൻ്റെ വേഷം. അതിന് മാച്ചായതുപോലെ ഓഫ് വൈറ്റ് ലഹങ്ക തന്നെയാണ് തുമ്പിയും. ഇടയ്ക്ക് ഫോണിൽ നിന്നും മുഖമുയർത്തി നോക്കിയവൻ തന്നെ ഇമച്ചിമ്മത് നോക്കി നിൽക്കുന്നവളെ കണ്ടതും ആ മിഴികൾ ഒന്ന് വിടർന്നു പോയി. അത്ര നേരം ഗൗരവം മാത്രം തിങ്ങി നിറഞ്ഞുന്ന മുഖത്ത് ഒരുവൾക്ക് വേണ്ടി മാത്രം ഒരു പുഞ്ചിരി തെളിഞ്ഞു. ചുണ്ടു കുറിപ്പിച്ചൊരു ഉമ്മ കൂടി കൊടുത്തതും ശിവ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവൾക്ക് നേരെ നടന്നു. കുറുമ്പ് കാണിച്ചു നിന്നവൾ പെട്ടെന്നുള്ള അവൻ്റെ വരവിൽ ഞെട്ടി ചുറ്റുമൊന്ന് നോക്കി. അപ്പോഴേക്കും അവൾക്കരികിൽ എത്തിയ കയ്യിൽ പിടിച്ചു നടന്നു തുടങ്ങിയിരുന്നു ശിവ. നന്ദുവും അച്ചുവും രണ്ടിനെയും വീഴ്ച നോക്കുമ്പോഴേക്കും അവനൊപ്പം നടക്കിനിടയിൽ തുമ്പി തിരിഞ്ഞു നിന്ന് അവൾക്ക് നേരെ കൈവീശി കാണിച്ചു. രണ്ടുപേരും ഒരുപോലെ ചിരിച്ചു പോയിരുന്നു. ഇത്രയും സമയം അവളെ അരികിൽ വിട്ടു തന്നതേ വലിയ കാര്യം. എന്താ മോൻ്റെ ഉദ്ദേശമെന്ന്? ഞാൻ ഉദ്ദേശിച്ചില്ല വേദ. ആളൊഴിഞ്ഞ ഒരു കോർണറിലാണ് രണ്ടുപേരും. അവളുടെ ഇടുപ്പിൽ ചുറ്റി പിടിച്ചുകൊണ്ട് ചുവരിലേക്ക് ചാരി നിൽപ്പാണ് അവൻ. അലങ്കാര ബൾബുകളിൽ നിന്നുമുള്ള മഞ്ഞ വെളിച്ചത്തിൽ അവൾ ഒരുപാട് സുന്ദരിയായതുപോലെ തോന്നി അവന്. മടുപ്പ് തോന്നുന്നുണ്ടോ നിനക്ക്? തുമ്പിയുടെ കൈകൾ അവൻ്റെ കവളിനെ പൊതിഞ്ഞു. ഒരുപാട്. പിന്നെ ദേഷ്യം കൂടി വരുന്നുണ്ട്. ആ മറുപടിയിൽ പതിയൊന്ന് ചിരിച്ചു പോയിരുന്ന തുമ്പി മടിയൊന്നും കൂടാതെ ഈ തുറന്നു പറച്ചിൽ. അവൾക്ക് ആ നിമിഷം അവനൊരു കുഞ്ഞിനെ പോലെയായിരുന്നു. അമ്മയോട് പരാതി പറയുന്ന കുറുമ്പൻ. എന്തടിച്ചിരിക്കുന്നേ? ചോദിക്കുന്നതിനൊപ്പം തന്നെ ഒരു കൈ കൊണ്ട് അവളുടെ കവളിനെയും പൊതിഞ്ഞു പിടിച്ചു ശിവ. കണ്ണുകൾ പരസ്പരം കോർത്തു തന്നെ നിന്നു. അല്ലെങ്കിലും അരികിൽ നിൽക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. അവനെ അവൾ കാണൂ. അരികിൽ ഇല്ലാത്തപ്പോഴും തേടുന്നതും ഈ ആളെ തന്നെയായിരിക്കും. വൺ കൈൻഡ് ഓഫ് ലവ്. ഒരു ദിവസം എന്തൊക്കെ തന്ന് കൊതിപ്പിച്ചിട്ട് പിന്നീട് ഈ നേരം വരെ അതെനിക്ക് കിട്ടിയില്ല വേദ. പറയുമ്പോൾ ശ്വാസം പോലെ നേർത്തു പോയി ഇവൻ്റെ ശബ്ദം. അത്ര നേരം അവളിലുണ്ടായിരുന്ന പുഞ്ചിരി പാടെ മാഞ്ഞു. കവളിൽ ചുവപ്പ് പടർന്നു. അവനിന്ന് നോക്കാൻ പോലും കഴിയാത്ത ഒരുതരം നാണം. മുഖത്തേക്ക് നോക്കേണ്ട ഭാര്യയെ പറയുന്നതിനൊപ്പം തന്നെ ഒരു കൈകൊണ്ട് അവളെ എടുത്തുയർത്തി ദേഹത്തോട് ചേർക്കുകയും ചെയ്തവൻ. ഉടലുകൾ തമ്മിൽ ഉരസി അമർന്നതും ഒരു പിടച്ചിലൂടെ അവനെ നോക്കിപ്പോയിരുന്ന തുമ്പി അവൾ തന്നെ മിഴികൾ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയ നിമിഷം തന്നെ അവൻ്റെ ഫോൺ റിങ് ചെയ്തു. ഏതോ ലോകത്തുന്നത് പോലെയായിരുന്നു രണ്ടുപേരും ഒരുപോലെ ഞെട്ടി. അടുത്ത നിമിഷം ദേഷ്യത്തോടെ ഫോൺ എടുത്ത് നോക്കിയതും സ്ക്രീനിൽ തെളിയുന്ന നമ്പർ കാണി അവൻ്റെ കണ്ണുകൾ ഒന്ന് കുറുകിപ്പോയിരുന്നു. തുമ്പിയെന്ന് നോക്കിക്കൊണ്ട് തന്നെ ശിവ ആ കോൾ എടുത്ത് കാതിലേക്ക് വെച്ചു. അപ്പുറമുള്ള ആൾ എന്തോ പറയുന്നതും അതിന് മറുപടി അവൻ സമ്മതം പറയുന്നതും ഒക്കെ നോക്കിക്കൊണ്ട് അവൻ്റെ കൈക്കുള്ളിൽ തന്നെ ഒതുങ്ങി നിന്ന് തുമ്പി. ഒരിടം വരെ പോണം വേദ. ആ കൾ അവസാനിപ്പിച്ച് കഴിഞ്ഞതും അവന് പറയാനുണ്ടായിരുന്നത് അതാണ്. ദർശ, ജസ്റ്റ് 1 hour, ഞാൻ തിരിച്ചെത്തും. തുമ്പി എന്തോ എതിർത്ത് പറയാൻ ഒരുങ്ങിന് മുന്നേ ശിവ വീണ്ടും പറഞ്ഞു. എന്തോ അത്യാവശ്യ കാര്യമാണ് അവൻ്റെ മുഖത്തെ ഗൗരവത്തിലൂടെ അവൾക്ക് മനസ്സിലായി. പിന്നെ കൂടുതലൊന്നും എതിർത്ത് പറയാൻ തുമ്പിയും മുതിർന്നില്ല. ഒരിക്കലും ആരും കൂടെയുണ്ടെങ്കിലും ഈ ഗേറ്റിന് വെളിയിലേക്ക് പോവരുത്. പിന്നെ തനിച്ചെങ്ങും നിൽക്കരുത്. കാറിലേക്ക് കയറുന്നതിന് മുൻപ് മുന്നറിയിപ്പ് പോലെ പറയുന്നവനെ തുമ്പി ഒരു സംശയത്തോടെ നോക്കി. പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അതിലും അപ്പുറം ആ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദർശ? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ?
അവൾ നിറകിൽ ചുണ്ടു ചേർത്ത് അകന്നു മാറി കാറിലേക്ക് കയറാൻ ഒരുങ്ങുന്നവൻ്റെ കൈമുട്ടിന് മുകളിൽ പിടിച്ചുകൊണ്ട് തുമ്പി ചോദിച്ചു. ഒരു നിമിഷം തിരിഞ്ഞു നോക്കാതെ അങ്ങനെ നിന്നു ശിവ. ഇറ്റ്സ് ഫോർ യുവർ സേഫ്റ്റി, അല്ലാതെ ഒന്നുമില്ല. എനിക്ക് നീയല്ലേ ഉള്ളൂ. പറയുമ്പോൾ അവൻ്റെയും കേൾക്കുമ്പോൾ അവളുടെയും കണ്ണ് നിറഞ്ഞു. ആര് പറഞ്ഞു? നിനക്ക് എല്ലാവരും ഉണ്ട്. എനിക്കുള്ളതൊക്കെയും നിൻ്റെ ആണെന്നല്ലേ. അപ്പോൾ എനിക്കുള്ള എല്ലാവരും നിൻ്റെയും കൂടെയാണ്. എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തതിനെക്കുറിച്ച് ഞാൻ എന്തിനു ചിന്തിക്കണം വേദ? അസ്വസ്ഥതയോടെ പറയുന്നവനെ കാണി തുമ്പിയിൽ ഒരു ചിരി വിടർന്നു പോയി. എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ നീ ഒരിക്കൽ അനുഭവിച്ചു തന്നെ അറിയും ദർശ. പതിയെ പറഞ്ഞുകൊണ്ട് അവനിലെ പിടി അയച്ചവൾ. അതിനെക്കുറിച്ച് വീണ്ടും ഒരു ആർഗ്യുമെൻറ്റിന് തയ്യാറാവാത്തതുപോലെ അവൻ കാറിലേക്ക് കയറി. ശ്രദ്ധിച്ചു പോണേ ദർശ, അതുപോലെ വേഗം പറഞ്ഞേ. കാറിനുള്ളിലേക്ക് നോക്കിക്കൊണ്ട് പറയുമ്പോൾ ശിവയുടെ നോട്ടം അവളിലായി. പതിയൊന്ന് പുഞ്ചിരിച്ചു അവൻ. ഐ മിസ് യു. തിരികെ അവന് പറയാനുണ്ടായിരുന്നത് അതുമാത്രമാണ്. ചുണ്ടു കൂർപ്പിച്ച് ഒരു ഉമ്മ കൂടി കൊടുത്തവൾ. അവളെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് കാർ മുന്നോട്ടെടുത്തു ശിവ. അതിനൊപ്പം തന്നെ ഫോൺ എടുത്ത് ദേവൻ എന്ന് സേവ് ചെയ്ത് വെച്ചേക്കുന്ന കോണ്ടാക്റ്റിലേക്ക് കോൾ ചെയ്തു. ഹലോ ശിവ, ഞാൻ പുറത്ത് പോവുകയാണ്. വേദയെ ശ്രദ്ധിക്കണം. ഹലോ എന്ന് പറഞ്ഞതും അവന് പറയാനുണ്ടായിരുന്നത് അതുമാത്രമാണ്. കൂടുതൽ സംസാരത്തിന് ഒന്നും നിൽക്കാതെ അവൻ ആ കോൾ അവസാനിപ്പിച്ചു. ഒപ്പം തന്നെ ഇക്ബാലിനെ വിളിച്ച് അലർട്ട് ചെയ്യാനും മറന്നില്ല. അതേസമയം തന്നെ ശിവയുടെ കാർ ഇല്ലിക്കലിൻ്റെ കോമ്പൗണ്ട് കടന്ന് പുറത്തേക്ക് പോയതും ആഫിയുടെ കാർ രണ്ടാമത്തെ എൻട്രൻസ് വഴി അകത്തേക്ക് കയറിയതും ഒരുമിച്ചായിരുന്നു. വലിയ ഹാളിൽ തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചു നിൽക്കുമ്പോൾ അവൻ്റെ ഭാവം എന്താണെന്ന് മാത്രം വ്യക്തമായില്ല. വർമ്മ വിളിച്ചിട്ട് വന്നതാണ് ശിവ. അയാളുടെ തന്നെ ബിനാമിയുടെ പേരിലുള്ള സിറ്റിയിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടുള്ള ഒരു ബംഗ്ലാവിലാണ് ഇരുവരും. എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. പറയാനുള്ളത് എന്താണെങ്കിലും പെട്ടെന്ന് വേണം. വർമ്മയുടെ മൗനം കാണാൻ ശിവ തന്നെയാണ് സംസാരത്തിന് തുടക്കം കുറിച്ചത്. അയാൾ അവനോട് എന്തു പറഞ്ഞു തുടങ്ങണം എന്നും അറിയുന്നുണ്ടായിരുന്നില്ല. വെറുപ്പാണ്, അതുപോലെ ഭയവും. അവൻ്റെ തിരിച്ചു വരവ് കൊണ്ട് മാത്രമാണ് തനിക്ക് തൻ്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടത്. ആരിലും ഏറെ സ്നേഹിച്ച കൊച്ചുമകളുടെ സ്നേഹവും ബഹുമാനവും പോലും നഷ്ടമായത്. പക്ഷേ അതിനൊന്നുമല്ല അവനെ ഇന്ന് ഈ രാത്രിയിൽ വിളിച്ചു വരുത്തിയത്. എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട് ശിവ. അറിയാതെ ഒരു തെറ്റു പറ്റിപ്പോയി എനിക്ക്. അതിനോട് സംഭവിക്കാൻ പോകുന്നത് എന്താകുമെന്ന് ചിന്തിക്കാതെ മുന്നും പിന്നും ഒന്നും നോക്കാതെ ഒരു കാര്യത്തിൽ എടുത്തു ചാടിപ്പോയി. ഒരു കോൺഫെഷൻ പോലെ വർമ്മ പറഞ്ഞു തുടങ്ങുമ്പോൾ ശിവയുടെ കണ്ണുകളൊന്ന് കുറുകിപ്പോയി. അയാളുടെ മുഖത്തെ ഭയം, പരിഭ്രമമെല്ലാം അവൻ്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു. കാര്യം എന്താണ്? അത് പിന്നെ നിന്നെയും തുമ്പിയെയും പിരിക്കാൻ വേണ്ടി പറഞ്ഞു തുടങ്ങിയ നിമിഷം തന്നെ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നതും മോഷ്ടിച്ചുരുന്നതും വർമ്മയുടെ കണ്ണുകൾ ഭയത്തോടെ നോക്കി കണ്ടു. എന്തു ചെയ്തു? അവൻ്റെ ശബ്ദത്തിലെ കടുപ്പം, ദേഷ്യം ഇല്ല, അവിടെ തീർത്തും വന്യമായ ഭാവം, തീക്ഷ്ണമായ നോട്ടം. പറയാൻ നിങ്ങൾ എന്തു ചെയ്തു? ഞാൻ പറഞ്ഞാൽ മതിയോ ശിവദർശ്? പുറകിൽ നിന്നും കേൾക്കുന്ന യാദവിൻ്റെ ശബ്ദത്തിൽ വർമ്മ ഒരു ഞെട്ടലോടെ അങ്ങോട്ട് നോക്കുമ്പോൾ ശിവയിൽ അത് പ്രതീക്ഷിച്ചതുപോലെ ഒരു ചിരിയാണ്. അതേ ചിരിയോടെ തന്നെ തിരിഞ്ഞു നോക്കിയതും കണ്ടു ആ ഹാളിലേക്ക് യാദവിനൊപ്പം കയറി വരുന്ന മൂർത്തിയെയും ദേവിയെയും ത്രിലോകിനെയും. ശത്രുക്കളെല്ലാം ഒന്നിച്ചൊരു ചക്രവ്യൂഹം തീർക്കുന്നത് പോലെ അവന് ചുറ്റും നിന്നു. വർമ്മ അപ്പോഴും ഒരു ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ്. ഇതുപോലൊരു കാര്യം അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കൊച്ചുമോനും ഞങ്ങളുടെ പദ്ധതികളൊക്കെയും ചോർത്തി കൊടുക്കുന്ന തിരക്കിലായിരുന്നോ മിനിസ്റ്റർ? പുച്ഛത്തോടെ ചോദിക്കുന്ന യാദവിനെ ഉള്ളിൽ നിറയുന്ന ഭയത്തോടെ അയാൾ നോക്കി നിന്നു. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടതും അവനെയാണ്. അയാളുടെ നോട്ടം വീണ്ടും യാദവിൽ നിന്നും ശിവയിലെത്തിയുന്നതും എന്തൊരു ആശ്വാസം നിറഞ്ഞു. അവൻ്റെ മുഖത്ത് കാണുന്ന പുഞ്ചിരി, ഇരയെ കിട്ടിയ വേട്ടക്കാരൻ്റെ ഭാവം. നമ്മൾ തമ്മിൽ ഇത് ആദ്യമായിരിക്കും അല്ലേ ശിവ കാണുന്നത്? ടു ബി ഫ്രാങ്ക്, ഇവരൊക്കെ പറയുന്ന ഈ ഡെവിൾ ഡോൺ ഇതുപോലൊരു ചോക്ലേറ്റ് ഹീറോയാണ് ഞാൻ കരുതിയില്ല. ശിവയുടെ മുന്നിലേക്ക് വന്ന് നിന്നുകൊണ്ട് യാദവ് പറഞ്ഞതും ഭാവമാറ്റം ഏതുമില്ലാതെ ശിവ അവനെ നോക്കി. ത്രിലോകിനും ദേവിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റബോധമോ ഭയമോ അങ്ങനെ എന്തൊക്കെയോ കലർന്നു പോയൊരു വികാരമായിരുന്നു ആ നിമിഷം. എവിടെയോ തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയോ എന്നുള്ള ഒരു തോന്നൽ. എനിക്ക് നിന്നോട് യാതൊരു വൈരാഗ്യവും ഉണ്ടായിരുന്നില്ല ശിവ. നിന്റെ പ്രശ്നം അത് ഇവരുമായിരുന്നല്ലോ. അതിൽ ന്യായം അത്രയും നിന്റെ ഭാഗത്ത് തന്നെയായിരുന്നു. നിന്റെ അമ്മയെ ക്രൂരമായി റേപ്പ് ചെയ്ത് നശിപ്പിച്ചവരുള്ള നിന്റെ റിവെഞ്ച് ഒരു മകനെന്ന നിലയിൽ നീ ചെയ്യേണ്ടതായിരുന്നു അത്. യാദവ് പറഞ്ഞു തുടങ്ങിയതും ദേവിയും ത്രിലോകനും കാര്യമൊന്നും മനസ്സിലാവാതെ ആദ്യം നോക്കിയത് മൂർത്തിയാണ്. അയാളുടെ നോട്ടത്തിൽ തല കുനിച്ചു നിൽക്കുന്ന അയാളെ കണ്ടതും ഇരുവരുടെയും മുഖത്ത് ഞെട്ടൽ നിറഞ്ഞു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ അത് തന്നെ ചെയ്തേനെ ശിവ. അതുകൊണ്ടാണല്ലോ എൻ്റെ സ്വന്തം തന്തയെ വരെ നീ ഇല്ലാതാക്കിയതാണെന്ന് അറിഞ്ഞിട്ടും
ഞാനൊരു പ്രതികാരത്തിനും നിന്നെ തേടി വരാതിരുന്നത്. ഈ തവണ യാദവിൻ്റെ വാക്കുകൾ കേട്ടും ഞെട്ടിയത് മൂർത്തിയാണ്. തൻ്റെ മകനെയും ഇല്ലാതാക്കിയത് ശിവയാണ് എന്ന സത്യം അയാളെ അടിമുടി ഉലച്ചു കളഞ്ഞു. പക്ഷേ ഇപ്പോൾ ഞാൻ അത്രയും മോഹിച്ചു പോയതിനെയാണ് നീ സ്വന്തമാക്കിയത് വേദ. അവളെ ഓരോ വളർച്ചയും മോഹത്തോടെ നോക്കുന്ന എന്നെ മറികടന്ന് നീ അവളെ കഴുത്തിൽ താലി കെട്ടി അവളെ പ്രണയം സ്വന്തമാക്കി. ആ നിമിഷം മുതലാണ് യാദവ് നിന്നെ ശത്രുവായി കണ്ടത്. യാദവ് പറഞ്ഞു നിർത്തുമ്പോൾ അത്ര നേരം ശിവയുടെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരി ഇപ്പോൾ അവനിലുണ്ടായിരുന്നില്ല. യാദവ് ഒഴിച്ച് ബാക്കിയെല്ലാവരും ഭയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കൂട്ടുകാരെല്ലാം എത്തിയതിൻ്റെ സന്തോഷമുണ്ടെങ്കിൽ പോലും എപ്പോഴും കൂടെയുള്ളവൻ അരികിലില്ലാത്തതിൻ്റെ സങ്കടം തുമ്പിയിലുണ്ട്. അവനെ പിരിഞ്ഞ ഒരു നിമിഷം പോലും ഇനി പറ്റില്ലെന്ന അവസ്ഥ. ചുറ്റും മാറുകയുണ്ടായിട്ടും ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു. താൻ ആരോടെങ്കിലും ഒന്നും മിണ്ടുമ്പോൾ മുഖം പിറപ്പിച്ച് നിൽക്കുന്നവനെ ഓർക്കെ എന്തിനെന്ന് പോലും അറിയാതെ അവളുടെ ഉള്ള ഒന്ന് വിങ്ങി. ശിവ പുറത്തെവിടെ പോയി എന്ന് കേട്ടത് മുതൽ വല്ലാത്തൊരു സന്തോഷത്തിലാണ് ജാൻവി. തൻ്റെ പ്ലാൻ നടപ്പിലാക്കാൻ ഏറ്റവും വലിയ തടസ്സം അവനാണെന്ന് അവൾക്കറിയാം. അതെങ്ങനെ ഇല്ലാതാക്കും, അവൻ്റെ ശ്രദ്ധ എങ്ങനെ തിരിക്കും എന്നുള്ള ടെൻഷനിലായിരുന്നു ഇത്രയും നേരം. എല്ലാവരോടും ചിരിയോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തുമ്പിയെ കാണി അവളിൽ ക്രൂരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശിവ പറഞ്ഞിട്ട് പോയതനുസരിച്ച് ദേവൻ ഉൾപ്പെടെ എല്ലാവരുടെയും ശ്രദ്ധ തുമ്പിയിലുണ്ട്. ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഗൗരവം അവരും കൊടുക്കുന്നുണ്ട്. ശിവയുടെ ഗാർഡ്സിൽ പലരും ഫോർമൽ ഡ്രസ്സിൽ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അവരുടെയൊക്കെ നോട്ടം അവളിൽ തന്നെയാണ്. അറിയാതെ പോലൊരു അശ്രദ്ധ തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത്. നമുക്കിനി അകത്തേക്ക് പോയാലോ? നിങ്ങളിവിടെ ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത്? എല്ലായിടവും കണ്ടുവരാം. കുറച്ച് സമയം കഴിഞ്ഞതും തുമ്പി ഒരു മടുപ്പോടെ പറഞ്ഞു. ആളും ബഹളവും എല്ലാം വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നത് പോലെ. എന്നാൽ പിന്നെ അതാ നല്ലത്. പോയിട്ട് നമുക്ക് കുറച്ച് സെൽഫിയും കൂടി എടുക്കാം. കുട്ടു ഒരു ഇടിയോടെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി. പിന്നെ അധിക നേരം ആരും അവിടെ നിന്നില്ല. തുമ്പി ഫ്രണ്ട്സിനൊപ്പം വീടിനുള്ളിലേക്ക് പോകുന്നത് കണ്ടെങ്കിലും അതിനുള്ളിൽ അവൾ സേഫായിരിക്കും എന്ന ചിന്തയോടെ ബാക്കി എല്ലാവരും തങ്ങളുടെ ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചു. ശിവയുടെ കാൽക്കീഴിൽ ഒരു പുഴുവിനെ പോലെ കിടക്കുന്നവനെ വർമ്മയും മൂർത്തിയും അടക്കം എല്ലാവരും ദയനീയമായി നോക്കി. തുമ്പയെക്കുറിച്ച് പറഞ്ഞതിനാണ് ആ ശിക്ഷ യാദവിന് കിട്ടിയത്. അല്പം മുൻപ് കഴിഞ്ഞുപോയി സംഭവങ്ങൾ വർമ്മയുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. വീണ്ടും വേദയെന്ന് വിളിച്ചു പൂർത്തിയാക്കുന്നതിന് മുൻപേ ഒന്ന് ഉയർന്നുകൊണ്ട് യാദവിൻ്റെ നെഞ്ചിൽ ആഞ്ഞ് ചവിട്ടി തെറിപ്പിച്ചിരുന്നു ശിവ. ദൂരേക്ക് തെറിച്ചു വീണ അവനെ അടുത്ത നിമിഷം ഒന്ന് ചിന്തിക്കാൻ പോലും ആവുന്നതിനു മുൻപേ കഴുത്തിൽ പിടിച്ചുയർത്തിയിരുന്നു. ഞൊടിയിടയിൽ അവൻ്റെ മൂക്കിൻ്റെ പാലത്തിൽ ശക്തമായി ഇടിച്ചതും നിന്നിട്ട് നിന്ന് കറങ്ങിക്കൊണ്ട് യാദവ് താഴേക്ക് വീണു. വല്ലാത്തൊരു ശക്തിയായിരുന്നു ശിവയ്ക്ക് ആ നിമിഷം. യാദവിന് ഒന്ന് എതിർക്കാൻ പോലും സാധിച്ചില്ല എന്നതാണ് സത്യം. ത്രിലോകം ഡെവിക്കും അടക്കം ഞെട്ടലോടെ നിന്നു പോയിരുന്നു. എൻ്റെ ഭ്രാന്താണിടവൾ. മറ്റാരെങ്കിലും വെറുതെ നിന്ന് നോക്കിയാൽ പോലും എനിക്ക് സഹിക്കില്ല. അലറി പറഞ്ഞുകൊണ്ട് അവൻ്റെ നടമ്പുറത്ത് കാലുകൾ ഉറപ്പിച്ചു. അവൻ്റെ കൈ പിടിച്ച് പിന്നിലേക്ക് മടക്കി പുറത്താഞ്ഞു തോഴിച്ചു ശിവ. യാദവിൻ്റെ അലർച്ച കരച്ചിൽ അവിടെ ഉയർന്നു പോയി. ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു ശിവയുടെ പ്രവൃത്തി ഓരോന്നും. ആ നിമിഷം ഉള്ളിൽ തോന്നിയ ഭ്രാന്ത് മുഴുവനും അവനിൽ തന്നെ തീർത്തതും മിതപ്രാണനായി യാദവ് ശിവയുടെ കാൽച്ചുവട്ടിൽ കിടന്നു.